മുത്തുമണികളെ കണ്ടോളി പാത്രം കൈകാണ് മുത്തുമണികളെ നോക്കിയിട്ട് കാര്യമില്ല. നമുക്ക് കല്യാണത്തിൻ്റെ വീട്ടിലെ വർക്കാണ്, 2 ദിവസം മുമ്പുള്ള വർക്കാണ്. അത് വീട്ടിൽ ഒരുപാട് പണികൾ എടുത്തി അതിൻ്റെ ഭാഗമായിട്ട് പാത്രത്തുമ്പിൽ ഒരുപാട് വർക്കുകളുണ്ട് ഇവിടെ, എല്ലാം പൊടിയാണ്. അപ്പം നമ്മളൊരു തൽക്കം ഇങ്ങനെ കേൾക്കൊണ്ട് കാണാം. അപ്പം നമ്മളിപ്പോൾ ഒരു മുത്തുണ്ണി ഉണ്ട് എൻ്റെ നാട്ടിലെ. അപ്പം വർക്കുകൾ കണ്ടോളി. ഇതാണ് ബിഫോർ ഇവിടുത്തെ അവസ്ഥ. നിങ്ങൾ പറ്റങ്ങതി ഇതൊക്കെ നമ്മളെന്ത് ചെയ്യും കണ്ടേ, ഇവിടെയൊക്കെ അത് പാക പൊടിയും കാര്യമാണ്. ഇതൊക്കെ നമ്മൾ തോത്തിയിട്ട് സെറ്റാവും. ശരിക്കും കണ്ടോളൂ കേട്ടോ, ഫുള്ള് നമ്മൾ സെറ്റാക്കും കണ്ടോളി. പിന്നെ ആ മറ്റേ അടുപ്പിൻ്റെ അകത്തുള്ള ടൈൽസിൻ്റെ അവസ്ഥ ആകെ എന്ത് ചെയ്തതിന് പുള്ളി കുത്തിനാണ്ടല്ലേ. ഇതൊക്കെ നമ്മളടുത്ത് തെളുക്കിയെടുക്കും. കല്യാണത്തിൻ്റെ ഭാഗമായിട്ടുള്ള വർക്കാണ്. ഈ വീട്ടിൽ കല്യാണമാണ് ഒരു 4 ദിവസം കഴിഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള വർക്കാണ് നമ്മൾ. അങ്ങനെ നമ്മളിത് ആ ടൈൽ വരുന്നതുകൊണ്ട് മുത്തുമണികളെ കണ്ടു ഒരത്തിയിട്ട് വൃത്തിയാക്കും, മിയാക്കും, പുതിയ ടൈലാക്കും കണ്ടല്ലേ. ഈ അടുക്കളയുള്ള കംപ്ലീറ്റ് ടൈൽ നമ്മൾ തോത്തി കൊടുത്ത്. ഇതിൻ്റെ ഇപ്പം വേറൊരു മുത്തുമണിൻ്റെ ഓന് അങ്ങേ പുറത്ത് വേറെ വർക്ക് നടന്നുകൊണ്ട് ഓനൊക്കെ നമ്മൾ കാണിക്കേണ്ടതാണ്. പിന്നെ ഇതൊക്കെ നമ്മളിവിടെ ആഫ്റ്റർ ഇതൊക്കെ നമ്മൾ തോത്തി സെറ്റാക്കി ആ പാത്രങ്ങളൊക്കെ കൈയ്യോടെ വെച്ചതാണ്. എൻ്റെ മുത്തുമണി ഓൻ പുറത്തുള്ള ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ പുറത്ത് കൊണ്ടുപോയിക്കാണ്. പിന്നെ അതാ നമ്മളത് ഉള്ളിലായിട്ട് ഇതിൻ്റെ അവസ്ഥ ഉണ്ടല്ലേ, ഫുള്ള് പൊടിയാണ്. ഇതൊക്കെ ഇപ്പം പുതിയതായിട്ട് ചെയ്താട്ടോ കല്യാണത്തിൻ്റെ ഭാഗമായിട്ട്. അതിൻ്റെ ഉള്ള പൊടികളൊക്കെ വലിച്ചിട്ട് എന്ത് ചെയ്യും നമ്മൾ സെറ്റാക്കുക, മിയാക്കുക. അതാ അവൻ മുത്തുനി ഇതാ പണി ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കണല്ലേ, സെറ്റാണ്. നമ്മൾ വേറെ ഭാഗത്ത് വേറെ ഭാഗത്ത് അങ്ങനെ ചട്ടപ്പെട്ട പണി എടുത്തുകൊണ്ടിരിക്കുകയാണ് മുത്തുമണികളെ. ഈ കാണുന്ന ചുറ്റും അതിൻ്റെ ഉള്ളും പുറക്കെ തോന്നണ്ട. നമുക്ക് ഈ കാണുന്ന മുകളിലുള്ള എല്ലാത്തിനും സെൽഫുകളും ഉള്ളും പുറം മൊത്തത്തിൽ നമ്മൾ ക്ലീൻ ചെയ്തു. എല്ലാത്തിൻ്റെ ബിഫോർ ആഫ്റ്റർ ഇതിൻ്റെ അവസ്ഥ, മുകളിലത്തെ അവസ്ഥ കണ്ടില്ലേ, പൊടി സെൽഫിൻ്റെ മുകളിലത്തെ അവസ്ഥ കംപ്ലീറ്റ് പൊടിയാണ്. എന്നിട്ട് നിങ്ങൾ ചുറ്റുപൊടിയാണ്. ഒന്നാമത് വീട്ടിലോരോ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കല്യാണത്തിൻ്റെ ഭാഗമായിട്ട് സീലിംഗ് മേലെ ലൈറ്റൊക്കെ വലിപ്പം വെച്ചാണ് എന്താ ചൊറുക്കില്ലേ. അങ്ങനെ നമ്മൾ തോത്തിക്കൊണ്ടിരിക്കുകയാണ്, ഓടത വേറെ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചട്ടപ്പെട്ട പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ആഫ്റ്റർ ഇതാ കണ്ടോളി. ഇതതിൻ്റെ ആഫ്റ്റർ അല്ലേ. ഇപ്പോൾ ഒരു കൈ കൊണ്ട് വരച്ചാൽ വരല്ല, നേരത്തെ ഫുള്ള് വരേനി ഫുള്ള് നമ്മൾ സെറ്റാക്കും മുത്തുമണികളെ. ഒരുപാട് 2 നില വീടാണ്. നമുക്ക് ഒരുപാട് ഇനം വർക്കുകളുണ്ട്. രണ്ടാക്കും പള്ളർച്ച് പണിയുണ്ട്. പിന്നെ എന്നല്ലേ പങ്കൻ്റെ അവസ്ഥ ഉണ്ടെങ്കിൽ ഫുള്ള് അങ്ങത്തിന് പൊടിയായുണ്ട്. അത് നമ്മൾ തൽക്കാലം തോത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ആഫ്റ്റർ ഉണ്ടാവും, എല്ലാത്തിൻ്റെ ബിഫോർ ആഫ്റ്റർ ഉണ്ടാവും. അത് അതിൻ്റെ ആഫ്റ്റർ ഇതാ വരുന്നത്. അതിന് ഈ വീട്ടിലുള്ള സകല എല്ലാവിധ ഫാനും നമ്മൾ സെറ്റാക്കി എല്ലാത്തിൻ്റെ ഓരോ ഐറ്റംസ് നമ്മൾ കാണിക്കുള്ളൂ. പിന്നെ ഇതാ അൾമാറിൻ്റെ മുകളിലത്തെ അവസ്ഥ ഉണ്ടല്ലേ, ബെഡ്റൂമിലെ എല്ലാത്തിനും ഉണ്ടല്ലേ തോത്തിയ സ്ഥലം. ഇതാണ് അതിൻ്റെ ആഫ്റ്റർ. തോത്താത്ത സ്ഥലം കണ്ടില്ല, തോത്തിയ സ്ഥലമാണ്. തോത്താത്ത സ്ഥലം ആദ്യം കാട്ടി. പിന്നെ ഇതാ സകല ഡോറും എല്ലാ ഡോറും തോത്തുക, റൂമിൻ്റെയും പുറത്തേക്കുള്ളൂ ഔത്തേക്കുള്ളൂ എല്ലാം തോത്തിയിട്ടേക്കാം. പിന്നെ ഇതാ ജനാലിൻ്റെ കമ്പികളൊക്കെ ഉള്ളോട്ട് നിന്ന് ഇങ്ങനെ തോത്തുക. ഉൾഭാഗത്തുള്ള പണിയാട്ടോ നമുക്കിന്ന്, പുറത്ത് ഇതില്ല ഒക്കെ സെറ്റ്. പിന്നെ തൂങ്ങിയെടുക്കണം എല്ലാ ലൈറ്റുകളും, സകല ലൈറ്റും. ഈ വീട്ടിൽ എത്ര ലൈറ്റാണോ തൂങ്ങിയെടുക്കണത് കംപ്ലീറ്റ് തോത്തുക. പിന്നെ അത് അങ്ങനത്തെ ഓരോ സെൽഫുള്ള പൂവും ചെട്ടിയും കുട്ടിയും എല്ലാം തോത്തിയേറ്റേക്കാം. പിന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായാലും നമ്മളെ ചാനൽ ഇതിലേക്ക് സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ മുത്തുമണികളെ. പിന്നെ ആൾമാർക്കണ്ടല്ലേ ഫുൾ നമ്മൾ തോത്തിങ്ങോട്ട് സെറ്റാക്കും മുത്തുമണികളെ, വേറെ ലെവലാക്കും. പിന്നെ മാറാലിട്ടുണ്ട്, കംപ്ലീറ്റ് ഈ വീട്ടിലെ മാറാലും തട്ടുണ്ട് കേട്ടോ. കണ്ടോളി. പിന്നെ ഇതാ നമ്മളെ ഫാനൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ അവസ്ഥ ഉണ്ടെങ്കിൽ അങ്ങനെ ഇതോടെ നമ്മൾ വൈബ് അങ്ങ് ഫിനിഷായി. ആ ഫാൻ്റെ ആ ഇമെന്ന് വീണ സംഗതിയാണ്. അപ്പോൾ അടുത്ത വീഡിയോസ് കാണാം. ഇതോടെ നമ്മൾ വൈബ് ഫിനിഷ്. ഒരുപാട് വർക്കുകൾ നമുക്ക് ഉണ്ടായിട്ട്